ഈ ചൂടത്ത് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ലൈം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പാല് പോലെയുള്ള ജ്യൂസ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ആർക്കും അറിയുന്നില്ലല്ലോ. അപ്പോൾ നമുക്കതുപോലത്തെ ഒരു പാൽ പോലെയുള്ളൊരു സർബത്ത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ അതേ ടേസ്റ്റാണ്. ഒറ്റ വ്യത്യാസവും ഇല്ല കേട്ടോ. പിന്നെ ഒന്ന് കുടിച്ച് നോക്കൂ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട്. നല്ല സുഖം. ഐസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കുമ്പോഴും എൻ്റെ നല്ല സുഖം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഇതൊന്ന് ആദ്യം തന്നെ എനിക്കിത് സുഖമില്ല, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചിക്കൻ പോക്സ് ഒക്കെയാണ്. അപ്പോൾ എനിക്കില്ല, മോനിക്കുണ്ട്. അപ്പം നടുവിന് പെരുന്നാളിന് കുറേ വീട്ടിൽ ജോലിയൊക്കെ എടുത്തതിന് ശേഷം നടുവിന് പണിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആദ്യം തന്നെ മിക്സിയിലേക്ക് നമ്മൾ വെള്ളം എടുത്തൊഴിക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഐസ് വേണം കേട്ടോ. ഐസ് എടുത്തിടുക. പിന്നീട് അതിനകത്തേക്ക് കാഷ്യൂ അണ്ടിപ്പരിപ്പ് നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതാണ് അതിൻ്റെ സീക്രട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പഞ്ചസാര ഒഴിക്കണം, ഇഞ്ചിയും കഷ്ണം ഇടണം കേട്ടോ. അണ്ടിപ്പരിപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത്. ഒരു നല്ല കുളിർമയുള്ള. ഞാനിതിൽ കുറച്ച് ഐസ് ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് കൂട്ടിയിടാം കേട്ടോ. നിങ്ങളുടെ ഇതിനനുസരിച്ച്. എനിക്ക് ത്രോട്ട് പെയിനൊക്കെ വരുന്ന പേടിച്ചിട്ടാണ് ഞാനങ്ങനെ ഐസ് ഇടാത്തത്. എന്നിട്ട് നമ്മൾ ഈ എന്നിട്ട് ആദ്യം നന്നായി മിക്സിയിൽ അടിച്ച് കൊണ്ടുവരണേ. അടിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മിക്സിയിലേക്ക് ലൈം കഷ്ണാക്കുക. അതിൻ്റെ കുരു ഒരിക്കലും വെക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ പൾസ് മോഡൽ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ അടിക്കുക കേട്ടോ. അടിച്ച് കഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കുക. നോക്കിക്കോളൂ, ഞാൻ ആ നാരങ്ങയുടെ തൊലിയൊന്നും അടിയരുത്. ആ പൾസിലിങ്ങനെ ക്രിന്നാക്കാൻ പാടുള്ളൂ 3 പ്രാവശ്യം കേട്ടോ. അപ്പം ആ നാരങ്ങയുടെ തോട് അതിനകത്തേക്ക് മാറി നിൽക്കും കണ്ടോ. ഒരു ടേസ്റ്റിൻ്റെ കഴിക്കില്ല. നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ അത് പൾസ് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒരു 2-3 ഇതും കൊടുത്താൽ മതി. നല്ല അടിപൊളി സർബത്ത് കിട്ടും. ഈ സർബത്തൊന്ന് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. ആകൊരു നല്ല ചൂടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ അതൊന്ന് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അവിടെ ഇങ്ങനെ അടുപ്പിലൊരു സാധനം വെച്ചിട്ട് പുക വന്നപ്പോൾ അതൊന്ന് ആ ക്യാമറയിൽ തട്ടിയതാണ്. അപ്പോൾ ശരിയാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും കുടിച്ചതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.